ചാപ്റ്റർ 5 റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന ചാപ്റ്റർ. അതായത് സോഷ്യോളജിയിലെ ഗവേഷണ രീതികൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് ഒരു ക്ലാസ് കഴിഞ്ഞു. ആ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ രീതി എന്താണെന്ന്, മെത്തേഡ്, വാട്ട് ഈസ് മെത്തേഡ്, രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്തെല്ലാം, മെത്തഡോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എന്ത് എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത്, സമൂഹശാസ്ത്രത്തിൽ നാം നിരവധി മെത്തേഡുകൾ ഉപയോഗിക്കുന്നു, നിരവധി രീതികൾ ഉപയോഗിച്ച് പഠനം നടത്തുന്നുണ്ട്. അപ്പം നിങ്ങളൊരു ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ രീതികളും കൂടെ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ആ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ചില രീതികളും അവയുടെ മാർഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവായിട്ട് നിരവധി രീതികൾ ഉണ്ട് എന്നുള്ളതാണ്. there are different methods in sociology to study its issues. സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ് പഠിക്കുവാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ മെത്തേഡ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ബഹുവിധ രീതികൾ വരുമ്പോൾ, ഒരുപാട് രീതികൾ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഇപ്പം നമുക്ക് കുറേ ചോക്ലേറ്റുകൾ ഇരിക്കുന്നു. അതിനകത്ത് ബദാം വെച്ചൊരു ചോക്ലേറ്റ്, കാഷ്യൂനട്ട് വെച്ചൊരു ചോക്ലേറ്റ്, അകത്ത് പാല് വെച്ചൊരു ചോക്ലേറ്റ്, അകത്ത് ചോക്കോസ് വെച്ചൊരു ചോക്ലേറ്റ്, ഇങ്ങനെ നിരവധി ചോക്ലേറ്റ് നമുക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെടുക്കണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് വേണം, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ചിലർക്ക് പാൽ അലർജി ആയിരിക്കും, അപ്പോൾ അവർക്ക് അകത്ത് പാലിരിക്കുന്നത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അനുയോജ്യമായത് നമുക്ക് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരുപാട് രീതികളുണ്ട്, ഗവേഷണ രീതികൾ. there are different research methods. we have to choose the best method from that. ഓക്കെ, ആ ബെസ്റ്റ് മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഏത് വിഷയമാണ് പഠിക്കുന്നത്, ആ വിഷയത്തിന് ഈ മെത്തേഡ് അനുയോജ്യമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ മെത്തേഡ് അല്ലെങ്കിൽ ആ രീതി തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ 1 or 2 രീതികളും തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? വിഷയത്തിനനുസരിച്ച് 1 വേണോ 2 വേണോ, അല്ലെങ്കിൽ 1 മാത്രം മതിയോ, 2-ലധികം ചേർത്ത് വേണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കും. അപ്പം അങ്ങനെയൊക്കെ നിർണ്ണയിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ഗവേഷണ രീതികളെ കുറിച്ചുള്ള വലിയ ബോധം ഉണ്ടായിരിക്കണം. ആ ബോധം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ കൂടുതൽ സോഷ്യോളജി പഠിക്കുമ്പോൾ ഗവേഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ ഗവേഷണ രീതികളും ഏതൊക്കെ രീതികൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നല്ല ഒരു അറിവ് കിട്ടുമ്പോഴാണ് നമുക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും സോഷ്യോളജിയിൽ ഗവേഷണത്തിന് വരുന്ന അല്ലെങ്കിൽ റിസർച്ചിന് വരുന്ന ഒരാൾ അത്ര മിടുക്കനായിരിക്കും, അല്ലെ? അയാൾക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ അറിയാം, ബഹുവിധ രീതികളൊക്കെ അയാൾക്ക് അറിയാം. അപ്പോൾ അയാൾ ആ രീതി ഏത് രീതിയാണ് എന്ന് അയാൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറഞ്ഞത്. നമുക്കിനി ആ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ബഹുവിധ രീതികളും അവയുടെ തിരഞ്ഞെടുക്കലും, മൾട്ടിപ്പിൾ മെത്തേഡ്സ് ആൻഡ് ചോയ്സ് ഓഫ് മെത്തേഡ്സ് എന്നുള്ളതാണ്. സമൂഹശാസ്ത്രത്തിൽ ബഹുവിധ രീതികൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത പ്രശ്നങ്ങൾ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് പഠിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇന്ത്യയിലെ സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നു, ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടോ, നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സോഷ്യോളജിയിൽ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പഠനം വേണമെങ്കിൽ പറയാം. പെരിങ്ങോം സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് കുട്ടികളുടെ ഇടയിൽ ദൃഢമായ ഒരു ബന്ധമുണ്ടോ, പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പിന്നെ അല്ലെങ്കിൽ പെരിങ്ങോം സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ, ഫസ്റ്റ് ഇയർ കുട്ടികളുടെ ഇടയിൽ ഒരു വിഭാഗീയതയുണ്ടോ, പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പിന്നെ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം.
ഇപ്പോൾ കുടുംബശ്രീ വഴി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, അത് എല്ലാ സ്ത്രീകളിലും എത്തുന്നുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനുള്ള കുടുംബം ഏത് രീതിയിലുള്ള കുടുംബമാണ്, അണുകുടുംബമാണോ, കൂട്ടുകുടുംബമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവാഹ രീതി ബഹുവിവാഹ രീതിയാണോ, ഏകവിവാഹ രീതിയാണോ, ഇതൊക്കെ നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ സമൂഹശാസ്ത്രത്തിൽ ബഹുവിധ രീതികൾ ഉപയോഗിക്കുന്നു, വ്യത്യസ്ത പ്രശ്നങ്ങൾ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് പഠിക്കാം. വി ഹാവ് ഡിഫറെന്റ് ഇഷ്യൂസ് and we can use these different methods to study these different issues. സമൂഹശാസ്ത്രജ്ഞൻ വിഷയത്തിന് അനുയോജ്യമായത് കണ്ടെത്തി പഠനത്തിന് ഉപയോഗിക്കണം. Sociologists should find out which method is the best one to study that particular topic. ആ ഒരു ടോപ്പിക്ക് പഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏത് എന്ന് ആര് കണ്ടുപിടിക്കണം? സമൂഹശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കണം, അല്ലേ? അതിനായിട്ട് അയാൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചും ഈ ഗവേഷണ രീതികളെ കുറിച്ചുമുള്ള ദൃഢമായ അറിവുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ കുടുംബങ്ങൾ കൂട്ടുകുടുംബമാണോ എന്നറിയുവാൻ, whether the families in India are still joint families, ഇപ്പോഴും കൂട്ടുകുടുംബമാണോ, മാറ്റമുണ്ടോ എന്നറിയണം എന്ന് വയ്ക്കുക. അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുമ്പോൾ നമുക്ക് സർവേ മെത്തേഡ് അല്ലെങ്കിൽ സെൻസസ് രീതികളൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. കാര്യം എല്ലാ വീടുകളിലും കയറി നമുക്ക് പഠനം നടത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സർവേ രീതിയായിരിക്കും. എല്ലാ വീടുകളിലും കയറി പഠിക്കേണ്ടതുള്ളത് കൊണ്ട് സെൻസസ് രീതി, കാനേഷുമാരി എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയും. ഇപ്പൊ ആ ഒരു പേരിലാണ് അറിയുന്നത് സെൻസസിന്. കാനേഷുമാരി അല്ലെങ്കിൽ സർവേ രീതി ഉചിതമാണ്. എന്നാൽ കുടുംബത്തിലെ സ്ത്രീകളുടെ പദവി മനസ്സിലാക്കുവാൻ we are going to learn or study about to know about the status of women in joint family, അല്ലെങ്കിൽ both in joint family and nuclear family. For that, ഇപ്പം നമ്മൾ എല്ലാ കുടുംബമൊന്നും എടുക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ കേസ് സ്റ്റഡി നടത്താം. ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ ആളുകളെടുത്ത് നമ്മൾ ചോദ്യം ചോദിച്ച് പഠനം നടത്തുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. So there we can adopt case study method or even interview method or participant observation method. We are observing the person knowingly. Participant observation ഒക്കെ എന്താണെന്ന് നമുക്ക് താഴോട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ആരെയാണോ നിരീക്ഷിക്കുന്നത് അയാളുടെ അറിവോടുകൂടി നിരീക്ഷിക്കുന്നതാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പഠിക്കുവാൻ നമുക്ക് കേസ് സ്റ്റഡി വേണമെങ്കിൽ ഉപയോഗിക്കാം. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പേഴ്സണലി സമീപിച്ചിട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് എഴുതി വെക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ, നിങ്ങൾക്ക് ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ, എത്ര നാളായി വന്നിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ അമ്മയുടെ അച്ഛനോ ആർക്കെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ചോദിക്കും. അത് ചോദിച്ചിട്ട് അവരെ എഴുതിയെടുക്കുന്നു. അത് കേസ് സ്റ്റഡി മെത്തേഡാണ്. അതല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ് നടത്താൻ വേണമെങ്കിൽ. ഓക്കെ, പിന്നെ മറ്റൊരു മെത്തേഡാണ് പറഞ്ഞത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഗവേഷണ രീതികളൊക്കെ നമുക്ക് എന്ത് പഠിക്കുവാൻ ഉപയോഗിക്കാം? ടു നോ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ ടു നോ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ കുടുംബങ്ങൾ കൂട്ടുകുടുംബമാണോ, വെദർ ദ ഫാമിലീസ് ഓഫ് ഇന്ത്യ ആർ സ്റ്റിൽ ജോയിന്റ് ഫാമിലി എന്നാണ്. അപ്പൊ എല്ലാ ഫാമിലിയുടെയും കണക്കെടുക്കണം. അതുകൊണ്ട് ബെസ്റ്റ് മെത്തേഡ് ഇസ് സെൻസസ് മെത്തേഡ് ഓർ സർവേ മെത്തേഡ്, ദാറ്റ് ഇസ് കനേഷുമാരി അല്ലെങ്കിൽ സർവേ ആണ് ഇവിടെ ഉചിതം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഉദാഹരണമാണ് പറഞ്ഞത്. ടോപ്പിക്കുകൾ കിട്ടുമ്പോൾ ഗവേഷകൻ അത് കണ്ടെത്തണം, ഏതാണ് ഈ വിഷയത്തിന് അനുയോജ്യം എന്ന് ഗവേഷകൻ കണ്ടെത്തേണ്ടതുണ്ട്. ചിലപ്പം ഗവേഷകന് രണ്ട് രീതി ഉപയോഗിച്ച് പഠിക്കേണ്ടി വരാം. കേസ് സ്റ്റഡിയും എടുക്കും, സർവേ മെത്തേഡും ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ വിഷയത്തിനനുസരിച്ച് ആര് ഡിസൈഡ് ചെയ്യണം? റിസർച്ചർ ഷുഡ് ഡിസൈഡ് വിച്ച് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ ടോപ്പിക് എന്ന്. ഇനി ഗവേഷണ രീതികളെ നമുക്കിതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഗവേഷണ രീതികൾ അഥവാ റിസർച്ച് മെത്തേഡ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട്.
അത് പല രീതിയിലുള്ള പഠനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഗവേഷണത്തിൽ. അതിന് ഒന്നാമത്തതാണ് ഈ കിടക്കുന്നത്, രണ്ടാമത്തതാണ് ഈ കിടക്കുന്നത്, ഇത് മൂന്നാമത്തതും ഏറ്റവും അവസാനത്തത് നാലാമത്തതുമാണ്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. There are different ways to classify various research methods, and these research methods are classified into different. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പരിമാണാത്മക രീതിയും ഗുണാത്മക രീതിയും നമുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷിൽ അതിന് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഗുണാത്മകം എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ്, പരിമാണാത്മകം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഓക്കെ, അത് ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഗവേഷണ രീതിയാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് നിരീക്ഷിക്കാവുന്ന പെരുമാറ്റവും നിരീക്ഷിക്കാനാകാത്ത പെരുമാറ്റങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായ രീതികളാണ്. ഉദാഹരണത്തിന് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് അപ്പുറത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ സെറ്റാണ്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പഠിക്കുക. ഒബ്സർവബിൾ ആൻഡ് നോൺ ഒബ്സർവബിൾ ബിഹേവിയർ. മൂന്നാമത്തത് പ്രാഥമിക ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനവും ദ്വിതീയ ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനവും. പ്രാഥമിക ദത്തങ്ങൾ ഉപയോഗിച്ചും പഠിക്കാം, അല്ലെങ്കിൽ ദ്വിതീയ ദത്തം ഉപയോഗിച്ചും പഠിക്കാം. ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ ഇവിടെയും നമ്മുടെ വിഷയം എന്താണ്, നിരീക്ഷിക്കാൻ പറ്റുന്ന പെരുമാറ്റമാണോ നിരീക്ഷിക്കാൻ പറ്റുന്നതല്ലേ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ഗവേഷണ രീതി തിരഞ്ഞെടുക്കാൻ. മനസ്സിലായല്ലോ? ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഗുണത്തിനെ കുറിച്ചാണോ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പുറത്തോട്ട് പഠിക്കാം. അടുത്ത നാലാമത്തത് സൂക്ഷ്മ രീതിയും സ്ഥൂല രീതിയും. സൂക്ഷ്മ രീതിയും സ്ഥൂല രീതിയും. ഇപ്പൊ നമ്മൾ ഇത്രയും അങ്ങ് കാണാതെ പഠിക്കുക. ഗവേഷണ രീതികൾ അഥവാ റിസർച്ച് മെത്തേഡ്സ് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, ഒബ്സർവബിൾ ആൻഡ് നോൺ ഒബ്സർവബിൾ ബിഹേവിയർ, primary and secondary data, and micro and macro methods. മനസ്സിലായല്ലോ? qualitative and quantitative. This is qualitative and quantitative, observable and non-observable behavior, primary data and secondary data, then micro methods and macro methods. പരിമാണാത്മക രീതി, ഗുണാത്മക രീതി, നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം, നിരീക്ഷിക്കാനാകാത്ത പെരുമാറ്റം, പ്രാഥമിക ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനം, ദ്വിതീയ ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനം, സൂക്ഷ്മ രീതി, സ്ഥൂല രീതി. ഓക്കെ, ഇനി ഇതിലേത് മെത്തേഡ് വേണമെന്ന് ഗവേഷകനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്നൊന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യം എഴുതിയ ഒന്നാമത്തെ സെറ്റിന് ഞാൻ വലിയ ഒരു 1 കൊടുത്തു, അതിൻ്റെ എയും അതിൻ്റെ ബിയും. പിന്നെ 2 എയും ബിയും, 3 എയും ബിയും, 4 എയും ബിയും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ പരിമാണാത്മക രീതി എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നു. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര കിലോ, എത്ര എണ്ണം എന്നൊക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ പരിമാണാത്മക രീതി ഉപയോഗിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തുപയോഗിക്കാം? ഈ ഒരു രീതി ഉപയോഗിക്കാം. നമ്മൾ ക്വാണ്ടിറ്റി അറിയുന്നാൽ ഇന്ത്യയുടെ ജനസംഖ്യ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, എണ്ണാവുന്നതും അളക്കാവുന്നതുമായ വിഷയങ്ങൾ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് സ്ത്രീ പുരുഷ അനുപാതം. ഇന്ത്യയിൽ ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര എണ്ണമാണ് അറിയേണ്ടത്, അല്ലെ? ഇന്ത്യയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എത്ര? ഏത് രീതിയാണ്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അഥവാ പരിമാണാത്മക രീതി ഉപയോഗിക്കാം. ഇന്ത്യയുടെ പോപ്പുലേഷൻ, ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്നു, അപ്പോഴും നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. ഓക്കെ, സോ വെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി സെക്സ് റേഷ്യോ, വെൻ വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ പോപ്പുലേഷൻ, വി ക്യാൻ യൂസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. And quantitative method deals with countable or measurable variables, whereas the other method is qualitative, gunatmaka reedi. Qualitative method uses or studies the things that are hard to measure, alakan prayasamaayittulladu, like
എന്താണ് അളക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്? ചിന്തകള്, മനോഭാവങ്ങള്, അല്ലെ, വികാരങ്ങൾ ഒക്കെ പഠിക്കാൻ നമുക്ക് 5 വികാരം 10 വികാരം അല്ലെങ്കിൽ പരിങ്ങോം കുട്ടികൾക്ക് 15 മനോഭാവമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ അളക്കാൻ പ്രയാസമായവയെ കുറിച്ച് പഠിക്കുമ്പോൾ ഗുണാത്മക രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം മനോഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്നു, വികാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗുണാത്മക രീതി അഥവാ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് ഏതായിരുന്നു? ഒബ്സർവബിൾ ബിഹേവിയർ ആൻഡ് നോൺ ഒബ്സർവബിൾ ബിഹേവിയർ. നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങളും നിരീക്ഷിക്കാൻ പറ്റാത്ത പെരുമാറ്റങ്ങളും. ഓക്കെ, നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം എന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഉദാഹരണം മനസ്സിൽ വരുന്നുണ്ടോ? ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ കുടുംബത്തിലെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു, മദ്യപാനികൾ മദ്യമകത്ത് ചെന്നാൽ എങ്ങനെ പെരുമാറുന്നു, നിരീക്ഷിക്കാൻ പറ്റുമോ? പറ്റും, അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് നിരീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാമറ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നിരീക്ഷിക്കാം. കാരണം അയാളുടെ പെരുമാറ്റം കാണിക്കും. ഭാര്യ എടുത്തിട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കലങ്ങളും ചട്ടികളും ഒക്കെ എടുത്ത് പുറത്തോട്ട് എറിയുന്നു, കൊച്ചുങ്ങളെയൊക്കെ നിരത്തിയിട്ട് അടിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു മദ്യപാനി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് അയാളുടെ പെരുമാറ്റം നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു, അല്ലെ? അപ്പോൾ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന പെരുമാറ്റങ്ങൾക്ക് ഒരു ഉദാഹരണം. പിന്നെ സ്ത്രീകളോടുള്ള മനോഭാവം, പെരുമാറ്റം, സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കുന്നു. ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, അമ്പലത്തിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല, സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ വരില്ല. അതൊക്കെയാണ് ബഹിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷനും ബഹിഷ്കരണവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവയൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാം? ഇവയെല്ലാം നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നഗ്നമായ നേത്രം കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാനാവുന്ന പെരുമാറ്റങ്ങളാണ്. അത് ഈ രീതി ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോൺ ഒബ്സർവബിൾ ബിഹേവിയർ എന്നാണ്. എന്താണ്? ഇപ്പം എൻ്റെ മനസ്സിലോ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഭയങ്കര അടക്കാനാവാത്ത ദേഷ്യമുണ്ട്. അപ്പം എൻ്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോട് എനിക്ക് വെറുപ്പുണ്ടെന്ന് വയ്ക്കുക. കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഞാൻ നല്ല വെൽ എഡ്യൂക്കേറ്റഡും സ്മാർട്ടും ആണെങ്കിൽ എൻ്റെ ആ വികാരം മുഴുവൻ എൻ്റെ മനസ്സിനകത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? അപ്പം അത് എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന എൻ്റെ വെറുപ്പ്, എൻ്റെ മുൻവിധികൾ, ഒരു വിഭാഗത്തിനെ കുറിച്ചുള്ള എൻ്റെ പക്ഷപാതപരമായ ചിന്തകൾ ഒക്കെ എൻ്റെ മനസ്സിനകത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും നിരീക്ഷിക്കാൻ സാധിക്കില്ല, ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനത്തെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ രീതി, നോൺ ഒബ്സർവബിൾ ബിഹേവിയർ എന്നുള്ള രീതി, ആ രീതി ഉപയോഗിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇനി അടുത്ത എന്താണ്? മൂന്നാമത്തെ സെറ്റ്, പ്രാഥമിക ദത്തങ്ങൾ അഥവാ പ്രൈമറി ഡേറ്റാസ് ആൻഡ് ദ്വിതീയ ദത്തങ്ങൾ അഥവാ സെക്കൻഡറി ഡേറ്റാസ്. ഇനി വാട്ട് ഈസ് പ്രൈമറി ഡേറ്റ ആൻഡ് വാട്ട് ഈസ് സെക്കൻഡറി ഡേറ്റ എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ ഇന്ത്യയിലെ സ്ത്രീകൾ കുടുംബങ്ങളിൽ വിവേചനം അനുഭവിക്കുന്നുണ്ടോ എന്ന് പഠനം നടത്താൻ പോകുന്നു. Whether the Indian women in the families are facing discrimination. That is my topic. Okay. So I prepared some questionnaire, I collected some materials and I am going to give these questionnaires. ഈ ചോദ്യങ്ങൾ കുടുംബങ്ങൾ തോറും ഞാൻ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് അതിനെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മറുപടി എനിക്ക് ആ ക്വസ്റ്റ്യനകത്ത് തരുന്നുണ്ട്. ഞാൻ അതെടുത്ത് പഠിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഫ്രഷായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വിവരങ്ങൾ കളക്ട് ചെയ്താണ് പഠനം നടത്തുന്നത്. അങ്ങനെ പുതിയ അറിവുകൾ, ദത്തങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തുമ്പോൾ അത് പ്രാഥമിക ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ്. മനസ്സിലായല്ലോ? ഫ്രഷായിട്ട് നമ്മൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്ത് അഭിമുഖം നടത്തി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നു. അത് പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡേറ്റയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? പ്രൈമറി ഡേറ്റ റെഫേഴ്സ് ടു ഫ്രഷ് ആൻഡ് ഫണ്ടമെന്റൽ ഡേറ്റ, ദ ബേസിക് ഡേറ്റാസ് ആൻഡ് ഫ്രഷ് ഡേറ്റ. വേറാസ് സെക്കൻഡറി മെറ്റീരിയൽ എന്താണ്? സെക്കൻഡറി മെറ്റീരിയൽ ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ സൊസൈറ്റി. ഓൾറെഡി ഉണ്ട്, പഴയ ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, പഴയ പ്രമാണങ്ങൾ.
അതുപോലെ ഗ്രന്ഥങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്ത് ഗവേഷണം നടത്തുമ്പോൾ അത് സെക്കൻഡറി ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണമാകുന്നു, ദ്വിതീയ ദത്തം ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണമാകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ പ്രാഥമിക ദത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയതായിട്ട് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, അഭിമുഖം നടത്തിയിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഫ്രഷ് ആയിട്ട് വിവരം കളക്ട് ചെയ്യുമ്പോൾ ഫ്രഷ് ഡേറ്റയാണ്, പുതിയ ഡേറ്റയാണ്, പുതിയ ദത്തമാണ് എന്ത്? പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡേറ്റ റെഫേഴ്സ് ടു ഫ്രഷ് ആൻഡ് ഫണ്ടമെന്റൽ ഡേറ്റ. ദെൻ സെക്കൻഡറി ഡേറ്റ എന്താണ്? സെക്കൻഡറി ഡേറ്റ ഈസ് ആൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ. എക്സാമ്പിൾ, the documents, the records, the books that we are getting from the library and the historical ആയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എന്തിനകത്ത് വരും? സെക്കൻഡറി ഡേറ്റയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ അതുമായി അപ്പോൾ നമ്മൾ എന്തൊക്കെയായി? നമ്മൾ ആദ്യം പറഞ്ഞു, എന്താണ് ആദ്യം പറഞ്ഞത്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, പരിമാണാത്മകം ഗുണാത്മകം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഒബ്സർവബിൾ ആൻഡ് നോൺ ഒബ്സർവബിൾ, നിരീക്ഷിക്കാനാകുന്നതും നിരീക്ഷിക്കാൻ ആകാത്തതും. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു പ്രാഥമിക ദത്തങ്ങൾ ഉപയോഗിച്ചുള്ള പഠനവും ദ്വിതീയ ദത്തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പഠനവും. The study in which we are using primary data and the study in which we are using secondary data. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അവസാനത്തെ രീതിയാണ് സൂക്ഷ്മ രീതിയും സ്ഥൂല രീതിയും. മൈക്രോ മെത്തേഡ്സ് ആൻഡ് മാക്രോ മെത്തേഡ്സ്. ആ വേർഡിനകത്ത് തന്നെയുണ്ട്. മൈക്രോ രീതി അല്ലെങ്കിൽ സൂക്ഷ്മ രീതി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് നമുക്ക് മൈക്രോ മെത്തേഡ് ഉപയോഗിക്കാം. വളരെ ചെറിയ ചുറ്റുപാടിൽ ഗവേഷണം നടത്തണമെങ്കിൽ ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. This micro method is designed to work in small intimate settings with the help of a single researcher. Researchers അധികമൊന്നും വേണ്ട ഈ ചെറിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്. ഇപ്പോൾ പെരിങ്ങോം സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ ഒരു വിഷയം പഠിക്കണമെങ്കിൽ ഞാൻ മൈക്രോ മെത്തേഡ് ഉപയോഗിക്കും. കാരണം അവിടെ ആകെ 60 കുട്ടികൾ ഉള്ളൂ, അല്ലെങ്കിൽ സയൻസ് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 30 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഒരു റിസർച്ചറുടെ ആവശ്യമേ ഉള്ളൂ. ഞാനൊരു 15 ദിവസം അഭിമുഖം നടത്തിയാൽ ആ രീതി എനിക്ക് എന്താണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ വളരെ ചെറിയ ചുറ്റുപാടിൽ ഗവേഷണം നടത്തണമെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. ഇതിനായി അഭിമുഖം, പങ്കാളിത്ത നിരീക്ഷണം തുടങ്ങിയ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, അവരുടെ അറിവോടുകൂടി നമ്മൾ അവരെ നിരീക്ഷിക്കുന്നു. അഭിമുഖം എന്ന് പറയുമ്പം നമ്മൾ ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടോ അല്ലാതെയോ ഒക്കെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ അറിയുന്നു. അപ്പോൾ മൈക്രോ മെത്തേഡ് അഥവാ സൂക്ഷ്മ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചുറ്റുപാടിലാണ് ഗവേഷണം നടത്തേണ്ടതെങ്കിലാണ് ഈ മൈക്രോ രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ കംസ് ദി മാക്രോ മെത്തേഡ് അല്ലെങ്കിൽ സ്ഥൂല രീതി എന്ന് പറയുന്നു. സ്ഥൂല രീതി, സ്ഥൂല മീൻസ് വലുത്. അപ്പോൾ ഈ സ്ഥൂല രീതി എന്ന് പറയുമ്പോൾ വലിയ പഠനങ്ങളൊക്കെയാണ്. ഇപ്പോൾ സെൻസസ് എടുക്കണം അല്ലെങ്കിൽ വലിയ സർവേ ഒക്കെ നടത്തണം, വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് സ്ഥൂല രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് അന്വേഷകർ വേണം, ഒരുപാട് റിസർച്ചേഴ്സ് വേണം, ഒരുപാട് പ്രതികർത്താക്കൾ വേണം. അതായത് മറുപടി പറയാനായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ആളിനെയാണ് പ്രതികർത്താവ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രതികർത്താക്കളും വേണം. അങ്ങനെ നിരവധി അന്വേഷകരും പ്രതികർത്താക്കളും ഉൾപ്പെടുന്ന വലിയ ഗവേഷണ രീതിയാണ് മാക്രോ മെത്തേഡ് അഥവാ സ്ഥൂല രീതി എന്ന് പറയുന്നത്. സർവേ, സെൻസസ്, ചരിത്രപരമായ പഠന രീതികളൊക്കെ സ്ഥൂല രീതി ഉപയോഗിച്ചാണ് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ മാക്രോ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ റിസർച്ച് ഇൻവോൾവിംഗ് ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. റെസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞു തരുന്ന ആള്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം പറയുന്ന ആളാണ് റെസ്പോണ്ടന്റ് അഥവാ പ്രതികർത്താവ്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നവർ. മനസ്സിലായല്ലോ? എക്സാമ്പിൾ സർവേ, then historical methods, census etc. are example for macro methods. Clear അല്ലേ? അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബഹുവിധ രീതികൾ, മൾട്ടിപ്പിൾ മെത്തേഡ്സ് എന്നുള്ളത്. ഇനി ഈ മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമ്മുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ ഒരു വിഷയം പഠിക്കാൻ നമുക്ക് 2 or 3 രീതികളൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ എത്രത്തോളം കൃത്യമായിട്ടുള്ള ഗവേഷണം നമുക്ക് വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്ര മെത്തേഡ് ഉപയോഗിക്കണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ താഴെയും പറയുന്നുണ്ട്. ഒരു ഗവേഷകൻ ഗവേഷണ രീതി ചിന്തിച്ച് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ് ചിന്തിച്ച് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതിന് എന്താണ്? there are various criteria, certain criteria for
ദി ചോയ്സ് ഓഫ് റിസർച്ച് മെത്തേഡ് അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. 1 ഗവേഷകന്റെ മുൻഗണന. ഗവേഷകന്റെ മുൻഗണന എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഗവേഷകന് എങ്ങനെയാണത് പഠിക്കേണ്ടത്, കാര്യങ്ങൾ എങ്ങനെ അറിയണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഗവേഷകന്റെ മുൻഗണനയിൽ വരുന്നത്. ഗവേഷണ വിഷയത്തിന്റെ സ്വഭാവം, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഏത് രീതി തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്ത്രീകളുടെ കുടുംബത്തിനകത്ത് വിവേചനമുണ്ടോ എന്നുള്ളത് ഒരു പ്രത്യേക സ്ഥലത്ത് വയക്കര പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് കുടുംബത്തിനകത്ത് വിവേചനമുണ്ടോ പഠിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് രീതി ഉപയോഗിക്കണം എന്ന് നമ്മൾ ആ ഒരു വിഷയത്തിന്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. വലിയ സർവേ വേണോ അല്ലെങ്കിൽ വീടുകൾ തോറും നടക്കുന്ന ഇന്റർവ്യൂ മതിയോ എന്നൊക്കെ നമുക്ക് അവിടെ തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ ഗവേഷണ വിഷയത്തിന്റെ സ്വഭാവം കൂടെ അനുസരിച്ചായിരിക്കും ഏത് ഗവേഷണ രീതി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. 3 എന്ന് പറയുന്നത് സമയപരിമിതി. എത്ര സമയത്തിനകം പഠിച്ചു തീരണം എന്നുള്ളതുമുണ്ട്. ഇപ്പൊ ഞാൻ പെരിങ്ങോം പഞ്ചായത്തിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നതെന്ന് വയ്ക്കുക. പെരിങ്ങോം പഞ്ചായത്തിലാകെ 3000 പേരേ ഉള്ളൂ. എൻ്റെ കയ്യിൽ 2 വർഷം പഠിക്കാൻ സമയമുണ്ട്. പെരിങ്ങോം പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പഠിക്കുവാണ്. എൻ്റെ കയ്യിൽ ഐ ആം ഹാവിങ് 2 years. The person who gave me this research gave me 2 years for the submission of the research. 2 വർഷം എൻ്റെ മുമ്പിലുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പതുക്കെ പഠിച്ചാൽ മതി. പെരിങ്ങോം പഞ്ചായത്തിൽ 3000 പേരേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഇന്റർവ്യൂ എനിക്ക് കൃത്യമായിട്ട് റിസൾട്ടും കിട്ടണം, ഞാൻ ഇന്റർവ്യൂ മെത്തേഡ് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഞാൻ 3000 വീടുകളിൽ കയറി ഇറങ്ങി ചോദിക്കാൻ പോകുന്നു എന്നെനിക്ക് തീരുമാനിക്കാം. അതല്ല, എൻ്റെ റിസർച്ചർ എനിക്ക് റിസർച്ച് ചെയ്യാൻ അനുവാദം തന്നയാൾ എന്നോട് പറയുന്നു വിത്തിൻ 5 days you have to complete this study and submit the report. 5 ദിവസത്തിനകം വയക്കര പഞ്ചായത്തിലെ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് പഠിച്ച് എനിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആര് പറയുന്നു? എനിക്ക് ഗവേഷണം തന്ന ആൾ പറയും, ഗവേഷണം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച ആൾ പറയും. അപ്പോൾ ഞാൻ ഇന്റർവ്യൂ മെത്തേഡിന് പോയാൽ പറ്റുമോ? 3000 പേരുണ്ട്. ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന് 3000 ക്വസ്റ്റ്യനെയറുകൾ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ സർവേ നടത്തും. ഇറങ്ങിയിട്ട് ഒരു 5 ദിവസം കൊണ്ട് കുറേ ആളുകളെ വച്ചിട്ട് ഞാൻ ഈ സർവേ നടത്തി പെട്ടെന്ന് ഞാൻ അതിൻ്റെ റിസൾട്ട് കൊടുക്കും, അല്ലേ? അപ്പം എനിക്ക് ഗവേഷണത്തിനായിട്ട് എത്ര സമയമുണ്ട് എന്നുള്ളതും ഞാൻ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നതിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ സ്രോതസ്സുകളുടെ ലഭ്യത. അതായത് ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ആളുകൾ ആരും എന്നെ വീട്ടിനകത്തേക്ക് കയറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വിഷയം ദ്വിതീയ ദത്തം ഉപയോഗിച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നു. ദ്വിതീയ ദത്തങ്ങൾ ആ വിഷയത്തിൽ ലഭ്യമല്ല എങ്കിൽ ഞാൻ ദ്വിതീയ ദത്തം ഉപയോഗിച്ച് പഠിക്കാൻ പോയാൽ എൻ്റെ പഠനം മുന്നോട്ട് പോകുമോ? ഇല്ല. When I am going to study a topic in which there is only secondary data, there is no primary data എന്ന് വയ്ക്കുക, then അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? സെക്കൻഡറി ഡേറ്റ മാത്രമേ ഉള്ളൂ, പ്രൈമറി ഡേറ്റ ഇല്ലെങ്കിൽ ഞാൻ പ്രൈമറി ഡേറ്റ വച്ചുള്ള പഠനത്തിലേക്ക് പോയാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്രോതസ്സുകളുടെ ലഭ്യത, എനിക്ക് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും എല്ലാം നോക്കിയിട്ടായിരിക്കണം ഒരു ഗവേഷകൻ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഗവേഷകൻ ഗവേഷണ രീതി ചിന്തിച്ച് തിരഞ്ഞെടുക്കണം. അതിനായി ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1 പറയുന്നത് ഗവേഷകന്റെ മുൻഗണന. 2 പറയുന്നത് ഗവേഷകന്റെ മുൻഗണന അല്ലെങ്കിൽ പ്രിഫറൻസ് ഓഫ് ദി റിസർച്ചർ. സെക്കൻഡ് വൺ ഈസ് ഗവേഷണ വിഷയത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി റിസർച്ച് ടോപ്പിക്. തേർഡ് വൺ ഈസ് ടൈം കൺസ്ട്രെയിൻസ്, സമയപരിമിതി, എത്ര സമയം നമ്മുടെ മുന്നിലുണ്ട്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. നമുക്ക് ഡേറ്റ കളക്ഷന് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്പോണ്ടന്റിന്റെ അടുത്ത് ഒരാളുടെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ അയാൾ പറയാൻ അവിടെ വീട്ടിൽ വേണമല്ലോ, അല്ലേ? ഇപ്പൊ ഒരു ഗ്രാമത്തിൽ എല്ലാവരും രാത്രി 10 മണിക്കേ വീട്ടിൽ വരുന്നുള്ളൂ. ഞാൻ എൻ്റെ പഠനത്തിന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും? അവർ വേറെ എവിടെയെങ്കിലും പണിക്ക് പോകുന്നു. പണിസ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഞാനപ്പോൾ ഗവേഷണ രീതി തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ നോക്കണം. ഞാൻ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ വീടുകളിൽ ആളുണ്ടോ ഒക്കെ നോക്കണം. അപ്പോൾ സ്രോതസ്സുകളുടെ ലഭ്യത അഥവാ അവൈലബിലിറ്റി ഓഫ്
റിസോഴ്സസ് എന്നുള്ളതാണ്. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ഗോത്രമേഖലയിലേക്ക് പഠിക്കാൻ പോകുന്നു, അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ, വാഹനമുണ്ടോ, അല്ലെങ്കിൽ പകൽ സമയത്ത് പുലി ഇറങ്ങുമോ, തിരിച്ച് 5 മണിക്ക് മുമ്പ് പോയിട്ട് തിരിച്ചു വരണമോ, അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമോ, തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗവേഷണത്തിന് ഏത് രീതി വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത് ചെറിയ മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ, അത്ര പ്രധാനമൊന്നുമല്ല, ചെറിയ മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ ഇത് ഒരു 3 എണ്ണം ഇങ്ങനെ എഴുതിയിട്ട് 4ാമത്തത് ഡാഷ് ഇടും. ഓക്കെ, ഒരു ഗവേഷകൻ ഗവേഷണ രീതി ചിന്തിച്ച് തിരഞ്ഞെടുക്കണം. അതിനായി ചില മാനദണ്ഡങ്ങളുണ്ട്. 1 ഗവേഷകന്റെ മുൻഗണന, 2 ഗവേഷണ വിഷയത്തിന്റെ സ്വഭാവം, 3 ഡാഷ് ഇടും, 4 അങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യണം. അത് മനസ്സിലായല്ലോ? ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു. 3 മാർക്ക്. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഇവിടെ ഒരു ചുമപ്പിടണമെന്ന് ഞാൻ വിചാരിച്ച് മറന്നുപോയി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ത്രികോണമാപനം എന്ന് പറയും. ത്രികോണമാപനം ഗവേഷണത്തിനായി 1-ലധികം രീതികൾ ഗവേഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് ത്രികോണമാപനം എന്ന് പറയുന്നത്. ഒരു രീതി മാത്രം ഉപയോഗിക്കാതെ നിരവധി രീതികൾ ചേർത്ത് വച്ചുകൊണ്ട് ഗവേഷണം നടത്താറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ത്രികോണമാപനം എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കത്തിൽ പോലും ഇത് പഠിച്ചു വയ്ക്കുക. ഗവേഷണത്തിനായി 1-ലധികം രീതികൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ത്രികോണമാപനം. ഇംഗ്ലീഷിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നു. ഓക്കെ, there is a recent trend in social science to use multiple methods. Okay, or you can say there is a trend in social science to use multiple methods, different methods, and that is called as triangulation. And what are the various merits of these of the use of this triangulation? ഒരു വിഷയത്തെ പല ദിശകളിൽ നിന്നും നോക്കിക്കാണാൻ പറ്റും. അതായത് ഓരോ രീതിക്കും അവരുടേതായ പരിമിതികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയുടെ കുറവിനെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ മറ്റേ രീതി സഹായിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വിഷയത്തെ പല ദിശകളിൽ നിന്നും നോക്കിക്കാണുവാനായിട്ട് ഈ വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മെ സഹായിക്കുന്നു. ഒരു രീതിയുടെ കുറവ് മറ്റൊരു രീതി പരിഹരിച്ച് ഗവേഷണം മികച്ചത് ആക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിക്ക് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ ത്രികോണമാപനം നമ്മെ സഹായിക്കുന്നു. ട്രയാങ്കുലേഷൻ ഹെൽപ്സ് ടു സീ എ ടോപ്പിക് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. And when we use multiple methods, they become complement to each other and produce a better result than using a single method. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക, കുടുംബത്തിൽ സ്ത്രീകളോടുള്ള മനോഭാവം, അമ്മാവിയമ്മമാർക്ക് മരുമക്കളോടുള്ള മനോഭാവം പഠിക്കണം. ഞാൻ സർവേ മെത്തേഡെന്ന് പറഞ്ഞ് മരുമക്കളുടെ അടുത്ത് ചോദിക്കാനായിട്ട് ഞാൻ അമ്മായിയമ്മ ഉള്ള സമയത്തായിരിക്കും മരുമക്കളെ കാണാനായിട്ട് ചെല്ലുന്നത്. ചിലപ്പോൾ ചെന്നപ്പോൾ അവിടെ അമ്മാവിയമ്മ ഉണ്ട്. ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്മാവിയമ്മ നിങ്ങളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കാറുണ്ടോ? നിങ്ങളുടെ അമ്മാവിയമ്മ നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. ഞാനപ്പോൾ അവരെ അടുത്ത് ഇതൊക്കെ ചോദിക്കാൻ ചെന്നാൽ അവർ ശരിയായിട്ടുള്ള ഉത്തരം പറയണമെന്നുണ്ടോ? കാരണം അമ്മാവിയമ്മ അപ്പുറത്തിരിക്കുക. ഇവരുത്തരം തന്നിട്ട് തിരിച്ച് ഞാനങ്ങ് പോകുമ്പോൾ അമ്മാവിയമ്മ എടുത്തിട്ട് ശരിയാക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ ഏത് രീതി ഉപയോഗിക്കാം? വേണമെങ്കിൽ അവിടെ പങ്കാളിത്ത നിരീക്ഷണം ഉപയോഗിക്കാം. പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുമ്പം നമ്മൾ അവരുടെ കൂടെ പോയി താമസിച്ച് അവരെ നിരീക്ഷിക്കുന്നു. അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി വേണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണമെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തുന്നു, പിന്നെ നമുക്ക് വേണമെങ്കിൽ അഭിമുഖം നടത്താം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് മികച്ച ഒരു ഗവേഷണം ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയേണ്ട കാര്യം വളരെ മികച്ച രീതിയിൽ നമുക്ക് കിട്ടുന്നു. സർവേ നടത്തുന്നു. ചിലപ്പം സർവേ നടത്തിയ സമയത്ത് അമ്മാവിയമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മരുമോക്ക് വേണമെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് സർവേയുടെ ആ സാധനം ഫില്ല് ചെയ്ത് തരാം. അഭിമുഖത്തിൽ ചിലപ്പം ചോദിക്കുമ്പോൾ അമ്മാവിയമ്മക്ക് ഒന്ന് പേടിയുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഒന്നും ചിലപ്പം വിട്ടു പറയത്തില്ല. അപ്പം രണ്ടും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഗവേഷണത്തിനായി 1-ലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കുലേഷൻ്റെ മെറിറ്റ്സ് എന്താണ്? ട്രയാങ്കുലേഷൻ ഹെൽപ്സ് ടു സീ എ ടോപ്പിക് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. ആ ടോപ്പിക്കിനെ തന്നെ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് നോക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ വൺ മെത്തേഡ്, ഇഫ് യു ആർ യൂസിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു?
ഓരോന്ന് ഒന്നിനൊന്ന് പകരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നു. ദേ ബിക്കം കോംപ്ലിമെന്റ് ടു ഈച്ച് അതർ ആൻഡ് പ്രൊഡ്യൂസ് എ ബെസ്റ്റ് റിസൾട്ട് ദാൻ യൂസിങ് എ സിംഗിൾ മെത്തേഡ്. ഒരു രീതിയുടെ കുറവ് മറ്റേ രീതി പരിഹരിച്ച് ഗവേഷണം മികച്ചത് ആക്കുന്നു എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക ഗുണങ്ങളും എന്താണ് ട്രയാങ്കുലേഷൻ എന്നുള്ളത്. ഇനി 2 ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഡാഷ് ദത്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു പ്രാഥമിക ദത്തം, ദ്വിതീയ ദത്തം, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. മിക്കവാറും ഈ സെക്കൻഡറി ഡേറ്റ അഥവാ ദ്വിതീയ ദത്തത്തിനെ ആശ്രയിക്കുന്നത് ഏത് വിഷയക്കാരാണെന്നറിയോ? ചരിത്രമാണ് ദ്വിതീയ ദത്തങ്ങളെ ആശ്രയിക്കുന്നത്. മനസ്സിലായോ? കാരണം ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും ഹിസ്റ്ററിക്കാർ അഥവാ ചരിത്രക്കാർ അവരുടെ ഗവേഷണം നടത്തുന്നത്. മറിച്ച് സോഷ്യോളജിയിൽ നമ്മൾ പ്രാഥമിക ദത്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരിട്ട് അപ്പോഴപ്പോഴും പോയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാഷ് ദത്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് സമൂഹശാസ്ത്രത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ പ്രാഥമിക ദത്തങ്ങൾ കൊണ്ടുള്ള രീതിയാണ്. സോഷ്യോളജി യൂസേഴ്സ് ദോസ് മെത്തേഡ്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ക്രിയേറ്റ് പ്രൈമറി ഡേറ്റ. ഇനി സർവേ, അഭിമുഖം, പങ്കാളിത്ത നിരീക്ഷണം എന്നിവ ഫീൽഡ് വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയെല്ലാം എന്താണ്? നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നടത്തുവാൻ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു. അതാണ് ഫീൽഡ് വർക്ക്. അപ്പോൾ സർവേ, അഭിമുഖം, പങ്കാളിത്ത നിരീക്ഷണം എന്നിവ ഫീൽഡ് വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഇത് ചിലപ്പോൾ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സർവേ തന്നിട്ട് ബാക്കി രണ്ടും ഡാഷ് ഇട്ടിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ സർവേ, ഇന്റർവ്യൂ മെത്തേഡ് ആൻഡ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആർ ബേസ്ഡ് ഓൺ ഫീൽഡ് വർക്ക് എന്നുള്ളതാണ്. പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ ഇംഗ്ലീഷ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, പ്രൈമറി ദത്തത്തിന്റെ ഇംഗ്ലീഷ് പ്രൈമറി ഡേറ്റ എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ത്രികോണമാപനം ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നു. ഓക്കെ.